അപ്പോൾ ജൂലൈ 1 4ാമത്തെ വീഡിയോ, ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോകളാണ്. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമ്മളെല്ലാം രാജ്യത്തിന് സമർപ്പിക്കുന്നതാണ്. അടുത്ത് തന്നെ ഞാൻ ഓരോ കാര്യത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നശിപ്പിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാർ, അതിൽ നമ്മൾ ദൈവങ്ങളെ പോലെ കണ്ട കുറേ ആൾക്കാരുണ്ടാവുക. നമുക്കതൊരു സങ്കടം വരിക. അവർക്ക് നമ്മളറിയില്ലേ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് സംഭവം, ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു, എന്തെല്ലാം കൊള്ളരുതായ്മ നടക്കുന്നു. നമ്മളൊക്കെ അതിനകക്കുന്ന ഒരു യുവാവിനെ സഹായിക്കാണ്ട് അവൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹം. അതിൽ തനി നമ്മൾ സ്റ്റാൻഡേർഡ് കാണുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഒരു തരം എന്ത് ലെവലാണ് ഇവരുടെയൊക്കെ ഒരു നിലവാരം എന്ന് ആലോചിക്കാം ഞാൻ. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ പേഴ്സണൽ കേസ് സംസാരിക്കാം. അപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാങ്ക്, നമ്മളെ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ ബാങ്കുകളിൽ ഈ സോഫ്റ്റ്വെയറുകളുടെ ഓണർഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. അതൊരു ഉഗ്ര സ്റ്റാർട്ടപ്പ് അല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? മാനേജർമാർക്ക് അതിന് ടെൻഡർ വിളിക്കും നിങ്ങൾ. വളരെ പിടുത്തം കിട്ടുള്ളൂ. അല്ലാണ്ട് എന്ന് പറയാ, ഇത് ഒരു ഇടത്തോട്ടുള്ള പഠനമാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സെറ്റപ്പിലും ഒരു ക്യാമ്പസിലൊക്കെ അവിടെ ഇവിടെ ഒരു 10, 22, 44 വയസ്സ് വരെ പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണേ. അപ്പൊ നമ്മുടെ ഈ അത്യാവശ്യം 22 PG കഴിഞ്ഞ് 2 കൊല്ലവും മീൻസ് ഏത് വിഭാഗത്തിലും 24 കൊല്ലം ഒരു പഠിക്കാനുള്ളൊരു താല്പര്യപ്പെട്ടോട്ടെ, അത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ചെയ്തൊരു വ്യക്തിത്വം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക്. അതൊരു കല്യാണം കഴിഞ്ഞുള്ള ഭാര്യയായിട്ടുള്ള ചീറപ്പണക്കത്തിൽ പോകാനുള്ളതല്ല. ഡൈവോഴ്സ് വിടേണ്ട ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. ആണുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം, അത് സംസാരിക്കാം. ഞാൻ പറയുന്നതിന് ആണുങ്ങൾക്ക് അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാർ അറിയണുണ്ടാവാം. ഇതൊരു സൈക്കോളജി ക്ലാസ്സും കൂടിയാണ്. ഒരുപാട് സൈക്യാട്രിസ്റ്റുകൾക്ക് ഉപകാരപ്പെടും. അതുപോലെ ഇന്ന് പലരും വിദ്യാഭ്യാസത്തിലെ കുറേ പെൺകുട്ടികൾ സൈക്യാട്രിക് ചികിത്സ തേടുന്ന ഒരു വാർത്ത വായിച്ചു. അവരെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത് ഗുരുമുഖി തൊട്ട് എല്ലാ ഭാഷകളിലേക്ക് ആക്കിയിട്ട് എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കും. അവരെല്ലാ പ്രശ്നങ്ങളും തീർത്തെറും. അവരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് ഭാരത് സൊല്യൂഷൻസ്. ഇതിന് അതാണ് ഒരു മിസ് എന്നുള്ളൊരു കോമഡിയുടെ ഒരു ബന്ധമില്ല. അത് പണ്ടത്തെ പപ്പന്റെ കുട്ടി കോമഡികള് അല്ല, അതാണ് ഭാരത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത്. അതൊരു സൈക്കോളജിയുടെ ക്ലാസ്സും കൂടിയാണെന്ന് പറഞ്ഞതാ. അപ്പൊ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കണം. എന്തോ സീരിയസ് ആയിട്ടൊരു കാര്യം കൂടി ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സംസാരിച്ചു. ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും കർഷക ജനസാമാന്യവും ലെനിൻ തേടിയതും അപ്പോൾ അവിടെയുള്ള ഈ കുറച്ച് ആൾക്കാർ മുമ്പ് തേടി നശിപ്പിച്ചതൊക്കെ ഒരു ഭാഗത്തെ നമ്മൾ പഠിച്ച വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഭാരതത്തിലും ഓൾ വേൾഡ് സെപ്പറേറ്റ് ആട്ടാ. ആദ്യം മനസ്സിലാക്കുക എല്ലാവരും. വെരി ഫസ്റ്റ് പോയിന്റ്, സ്റ്റഡി ക്ലാസിന്റെ ഫസ്റ്റ് പോയിന്റ്. മാനവികത ലോകത്തെല്ലായിടത്തും ഒന്നല്ല. അതിൽ തന്നെ ഈ ലാസ്റ്റിലേക്ക് വരച്ച് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻവെർട്ടർ കോമേല എഴുതി വായിക്കേണ്ടതാണ് എല്ലാവരും. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം ലോകത്തെല്ലായിടത്തും ഒന്നല്ല. ഫാക്ടറി തൊഴിലാളി വർഗം ലോകത്തെല്ലായിടത്തും ഒന്നല്ല. അവിടുത്തെ സാമ്പത്തിക രീതികളും എല്ലാ രീതികളും തെറ്റും കാര്യങ്ങളും ഒക്കെ സംസ്കാരത്തിൽ വരാനും മാറ്റങ്ങളുണ്ട്. അപ്പൊ ഭാരതത്തിൽ ഇപ്പൊ വിവരമില്ലാത്ത ഒരു കാര്യം നടക്കാൻ പോകില്ല. ഞാൻ എല്ലാ വിവരം പറഞ്ഞു കൊടുക്കും. അല്ലപ്പോ ഇനി വിവരമില്ലാത്ത ശത്രുക്കൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത്ര നല്ല മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെയാണ് ഇങ്ങനത്തെ ക്ലാസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ ആരാധിക പൂജിച്ചേനെ ഞാൻ. അതേപോലെ സ്നേഹമാണ് ഞാൻ അതുപോലത്തെ ക്ലാസ്സാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആത്മപ്രശംസ നടത്തുന്നുള്ളൂ. ഇന്റർനാഷണൽ പൊക്കിയല്ല, സാധാരണ പൊക്കി. അതിനിടയ്ക്ക് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവുക, പൂരത്തിന് അല്ലെങ്കിൽ ബന്ധു വീട്ടിലൊക്കെ പോവുക, മൊബൈൽ എടുത്ത് ഓരോരുത്തർ കൊണ്ടുപോവുക, അവരെ ലൈവ് റെക്കോർഡ് ചെയ്ത് അയക്കുക, അതൊക്കെ എൻ്റെ മേത്തേക്ക് വരിക. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുക. അതിന് എത്ര മൊബൈൽ പോയി, എത്ര ലാപ്ടോപ്പുകൾ അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി, എന്തെല്ലാം.
അതും പോരാണ്ട് ഈ കുറച്ച് പെണ്ണുങ്ങൾക്ക് വേറെ ഒരു നേരം പോക്കില്ലാണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് ചാനലായിട്ട് വരെ ആക്കി കൊടുത്തേക്കാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ അല്ലേ.